അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നൗഷാദിൻ്റെ ഒരു കഥ വല്ലാത്ത കഥ തന്നെ എൻ്റെ മക്കളെ. നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിക്കും നൗഷാദിന് ശരിക്കും മൂച്ചിപ്പിരാന്താ ഇനി നട്ടപ്പിരാന്താ വട്ടപ്പിരാന്താന്നാവും. എന്തോ ഒരു പിരാന്ത ആണ് ആർക്ക് നമ്മളെ ഈ നൗഷാദിന്. ആകപ്പാടം കെട്ട് അളകിക്കുക, എന്തൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിങ്ങോട്ട് സുബൂത്താക്കുക എന്നൊക്കെ പറയില്ലേ, അന്ന മാതിരി ചെയ്തു നോക്കുക. പക്ഷെ ഒന്നും പിടിക്കണില്ല. പണ്ട് സക്കരിയ സ്വരായി ഉണ്ടായിനെന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. ഒടച്ച മൂരിൻ്റെ അടുത്ത് പശുവിനെ കൊണ്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പശുവിന് ഇങ്ങനെ കയറണം തോന്നും, പക്ഷെ കയ്യും ഒന്നൂല. കാരണം എന്താ, അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. എന്നതുപോലെയാണ് ഇവന്റെ ഡയലോഗുകൾ ഇങ്ങനെ കേട്ടാ തോന്നും ഇതാ AP സമസ്ത ഒന്നിച്ചിങ്ങനെ ഒലിച്ചു പോകണ്. ഉമർ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ കള്ളുകുടി അങ്ങ് നിർത്തി എന്ന് പറഞ്ഞപ്പോ മക്കയുടെ ഒരു ചെരുവിലൂടെ കള്ളിന്റെ സമുദ്രം ഒലിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. എന്നതുപോലെ ഇവനങ്ങ് കയറി വട്ടൂരികളങ്ങ് കയറി വട്ടളകി കഴിഞ്ഞാല് കാന്തപുരം വിഭാഗം അങ്ങനെ അങ്ങോട്ട് ഒലിച്ചു പോയി എന്നുള്ള ഒരു രംഗത്തിലാണുള്ളത്. മോനെ, അതൊക്കെ എൻ്റെ മനസ്സിൽ വെച്ചാൽ മതിയടാ. അത് അള്ളാന്റെ ഈ ഉലകത്തിൽ നടക്കാൻ പോണ കാര്യമല്ല. അന്നിലും വലിയ തമ്പുരാക്കന്മാർ വന്നു കാണ്ട് കുറെ വെടിവെച്ച് നോക്കിക്കണം, എന്നിട്ടും പിന്നെ കൊണ്ടിട്ടില്ല. എന്നിട്ട് എൻ്റെ ഒരു ഊച്ചാലി വെടി അതൊന്നും താൽക്കാലികം നടക്കാൻ പോണല്ല. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നത് കുറച്ച് മുന്നേ പറഞ്ഞതാട്ടോ, കുരുവമ്പലം തങ്ങള് നൂരിശ്യക്കാരനാണ്. അപ്പൊ കുരുവമ്പലം തങ്ങളാണ് ഇർഷാദിയയുടെ അലവി സഖാഫി ഉസ്താദിന്റെ ഇർഷാദിയയുടെ മുഖ്യ രക്ഷാധികാരി. അപ്പൊ മുഖ്യ രക്ഷാധികാരി തന്നെ നൂരിശ്യക്കാരനാണ്. അപ്പൊ മറ്റുള്ള അലവി സഖാഫിയോ നൂരിശ്യക്കാരനാണ്. അപ്പോ കുരുവമ്പലം തങ്ങൾ വഫാത്തായപ്പോ അവിടെ എന്ത് ചെയ്തു, പൊന്മൾ ഉസ്താദ് ചെന്നു, ഖലീൽ ബുഖാരി തങ്ങൾ പാപ്പ ചെന്നു, ഇങ്ങനെ ഒരുപാട് അനവധി പണ്ഡിതന്മാര് ചെന്നു. അപ്പോ അത് ഒരു നൂരിശ്യക്കാരൻ മരണപ്പെട്ടപ്പോൾ നിങ്ങൾ അവിടെ പോയില്ലേ എന്നുള്ള രൂപത്തിൽ, അഥവാ കുരുവമ്പലം തങ്ങളെ നൂരിശ്യക്കാരൻ ആക്കുന്നു നൗഷാദ്. സത്യത്തിൽ കുരുവമ്പലം തങ്ങൾ നൂരിശ്യയുമായിക്കൊണ്ട് ത്വരീഖത്തുമായിക്കൊണ്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് അവിടുത്തെ വലിയ മകൻ തന്നെ ചാനലുകാരോട് പറഞ്ഞതും മറ്റും നാം കേട്ട് കഴിഞ്ഞു. തങ്ങൾ പാപ്പയുടെ ശൈലി ഒരു നിഷ്കളങ്ക മനസ്സാണ്. നിഷ്കളങ്ക മനസ്സ് എന്ന് പറഞ്ഞാൽ അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ആദ്യം നൗഷാദ് എന്ന് വരട്ടെ, എന്നിട്ട് നൗഷാദിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ കുരുവമ്പലം തങ്ങളുടെ ഒരു അനുസ്മരണ സമ്മേളനം, ഒരു അനുസ്മരണ പരിപാടി മൂപ്പര് ഖാദിയായി നിന്നെടുത്ത്, അത്തിപ്പറ്റയിൽ ഖാദിയായിരുന്നു മൂപ്പര്. അവിടെ വെച്ച് അവിടുത്തെ ഉസ്താദുമാരൊക്കെ മൂപ്പരെ സംബന്ധിച്ച് പറഞ്ഞൊരു നിഷ്കളങ്കതയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ആദ്യം നൗഷാദിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേൾക്കാം. ആദ്യം നൗഷാദ് ഒന്ന് വരട്ടെ. സഖാഫിയുടെ സ്ഥാപനം ഇർഷാദിയ അതിന്റെ രക്ഷാധികാരിയാണ്. രക്ഷാധികാരി തന്നെ ഇർഷാദ് ത്വരീഖത്തുകാരനാണ്. ഇവനാണ് തീരുമാനിക്കലാണ്. രക്ഷാധികാരി തന്നെ ത്വരീഖത്തുകാരനാണ്. രക്ഷാധികാരി ആരാണ്? കുരുവമ്പലം സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ അവറുകൾ. ആ മഹാനെ സംബന്ധിച്ചാണ് ഈ ഹൈവാൻ പറയുന്നത്. രക്ഷാധികാരി തന്നെ ത്വരീഖത്തുകാരനാണ്. കൂട്ടത്തിലൊരു കാര്യം ചേർക്കുകയാണ്. ഇനി എൻ്റെ പിന്നെ കോമാട്ട് ചാലിൽ അദ്ദുവിൻ്റെയും അന്നേക്കാളിലും പമ്പേഴ്സിനേക്കാളിലും കുഞ്ഞേമിനേക്കാളിലും അതിനേക്കാൾ ഏറ്റവും നല്ലത് തന്നെയാണ് നൂരിശ്യ എന്നുള്ളതും കൂട്ടത്തിൽ ചേർത്തു എന്ന് മാത്രം. ത്വരീഖത്തുകൾ അതുപോലത്തെ ത്വരീഖത്തുകളൊക്കെ കള്ളത്വരീഖത്തുകൾ ഏതാണെങ്കിലും കള്ളത്വരീഖത്ത് എന്ന് ഞങ്ങൾ പറയും. അത് ഞങ്ങൾക്കൊരു പേടിയില്ല. പക്ഷെ നിങ്ങളെക്കാൾ കുറച്ച് പേരാണ് വരുന്നുള്ളൂ, കുറച്ച് മുന്തിയതാണ് വരുന്നുള്ളൂ. കാരണം നിങ്ങളെ മാതിരി എന്തില്ല, ഈ കെണി ഫിത്നയും ഫസാദും ഗീബത്തും നമീമത്തും ഓല് അടക്കണില്ല. ഓരേതായ ദിക്റിയിട്ട് അടക്കണ്. ആ ദിക്റിലുള്ള പഴവുകളും കാര്യങ്ങളും പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ച് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങളെ ഈ കുത്തിത്തിരിപ്പ് എന്നുള്ള പരിപാടിയായിട്ട് പോലും നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവൻ പറഞ്ഞത് കുരുവമ്പലം തങ്ങൾ തന്നെ നൂരിശ്യക്കാരനാണ്. പച്ച നോണ.
രക്ഷാധികാരി സ്ഥിരമുള്ളത് എവിടെയാ? നൂരിഷാ ത്വരീഖത്തിന്റെ മെയിൻ ഖലീഫമാരുടെ സമീപത്താണ്. ഓ, രക്ഷാധികാരി സ്ഥിരമുള്ളത് എവിടെയാണ്? നൂരിഷാ ത്വരീഖത്തിന്റെ മെയിൻ ആളുകളുടെ അടുത്താണ്, സമീപത്താണ് എപ്പോഴും കുത്തിരിക്കണത്. പോടെ ചെങ്ങായി, എൻ്റെ മാതിരിയല്ല കുരുവമ്പലം തങ്ങൾ പാപ്പ. ഒരുപാട് പണിയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. മരിക്കുന്നത് വരെ, വഫാത്താകുന്നത് വരെ തിരക്കിലായിരുന്നു അദ്ദേഹം. ഓരോ മഹലിൻ്റെയും മറ്റു കാര്യത്തിൽ വെറുതെ പച്ച നോണ മരണപ്പെട്ടു പോയ ഒരു സയ്യിദിന്റെ പേരിൽ പറയാൻ അത്രമാത്രം തൊലിക്കട്ടി നിന്റേത് തന്നെയാണ്. ഇബിലീസിനെ വരെ തോൽപ്പിച്ചു പോയി നീ എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഞാൻ അതിന്റെ എല്ലാ സംഭവവും കാണിച്ചിരുന്നു, ഒരു മറുപടിയില്ല. ഇജ് കാണിച്ച ഓരോന്നും ഞങ്ങൾ കണ്ടതാണ്. അത് കുണ്ണിക്കോയത്തങ്ങൾ പാപ്പ വഫാത്താവലോട് കൂടെ നൂരിഷയുമായി ബന്ധപ്പെട്ടുള്ള പല ആളുകളും നമുക്ക് തന്നെ അത് വിട്ടു തന്നിരുന്നു. നമ്മളെ പല സുഹൃത്തുക്കളും അവിടെയുണ്ട്. ആ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ അത് കിട്ടിയിരുന്നു. അത് തന്നെ അതിൻ്റെ വിഷയം നമ്മളോട് പറയുകയുണ്ടായിട്ടുണ്ട്. ആ വിഷയം എന്താണ് ഏതാണ് എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ തങ്ങൾ പാപ്പാനെ പറയലൊരു ഭയം കൊണ്ടും പേടി കൊണ്ടും ആണ് ആ വിഷയം പറയാതിരുന്നത്. പക്ഷെ വീണ്ടും നിന്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ വിഷയം ഒന്ന് പറയാതിരിക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാണ്. ഏതായാലും ബാക്കി പറയും. ഒരു മറുപടിയില്ല. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അലവി സഖാഫിക്ക് ജതുബാണത്ര. അത് ഒരാളോട് ചോദിച്ചു എന്നുള്ളതൊരു കളവാണ്. അനക്ക് മശായിഖന്മാരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടേക്കാരം എൻ്റെ കോമാട്ടുചാലിൽ അദ്ദു പറഞ്ഞതേക്കാരം. കോമാട്ടുചാലിൽ അദ്ദു പറഞ്ഞിട്ടുണ്ടാവും അലവി സഖാഫിക്ക് ജതുബാണ്. ചിലപ്പോൾ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. ആ ഒരാളിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കും. അത് സംഭവം പറയാൻ സാധ്യതയുണ്ട്. ഇതൊന്നും അറിയാനുള്ള കഴിവില്ല എന്നാണ്. ഒരാൾ നൂരിഷാ ത്വരീഖത്തായിരോ അല്ല മുഖ്യ രക്ഷാധികാരി തന്നെ നൂരിഷാ ത്വരീഖത്തായിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? നൂരിഷാ ത്വരീഖത്തിനെ കുറിച്ച് ഇവർ പറഞ്ഞതനുസരിച്ചാ ചോദ്യം. ഇവരെന്താ പറഞ്ഞേ? നൂരിഷാ ത്വരീഖത്തിന്റെ ഷെയ്ഖിനെ കാണാൻ ഹൈദരാബാദിൽ പോകരുതെന്ന് മാത്രമല്ല, ആ ഹൈദരാബാദിലേക്കുള്ള യാത്രക്ക് വേണ്ടി തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ പോലും പോകാൻ പാടില്ല എന്നാണ്. അപ്പറഞ്ഞ ആളാ പിന്നെന്ത് പറയുന്നത്? നൂരിഷാ ത്വരീഖത്തിന്റെ ഖലീഫമാരെ മുഴുവനും ചെന്ന് വണങ്ങുകയും അവരുടെ സദസ്സുകളിൽ സ്ഥിരം പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സയ്യിദ് അവറുകളെ പിടിച്ചാണ് സ്ഥാപനത്തിന്റെ മുഖ്യ രക്ഷാധികാരി. മരിച്ചപ്പോ ചെന്നു ആരടക്കം? പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരടക്കം. ഇതൊക്കെ ജനങ്ങൾ അറിയട്ടെ, പഠിക്കട്ടെ എന്താ അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവന്റെ ഈ സംസാരം ശരിക്ക് കേട്ട് മനസ്സിലാക്കണം കേട്ടോ. മഹാനായ സയ്യിദ് ഉണ്ണിക്കോയത്തങ്ങൾ കുരുവമ്പലം സയ്യിദ് അവറുകളെ അവൻ അത്രയും മോശമാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഉണ്ണിക്കോയത്തങ്ങൾ പാപ്പ നൂരിഷക്കാരനായിരുന്നു എന്നും നൂരിഷക്കാരനായ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഈ പണ്ഡിതന്മാരൊക്കെ അവിടെ ചെന്നു എന്നും എന്താണ് അതിലർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മഹാനായ ഉണ്ണിക്കോയത്തങ്ങൾ പാപ്പയുടെ വഫാത്തിനെ വരെ പരിഹസിക്കുന്ന നൗഷാദ്. ഇവന്റെ കൂട്ടത്തിൽ കൂടിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ കുരുവമ്പലം ഉണ്ണിക്കോയ തങ്ങളെ വരെ ഇവൻ ഈ രൂപത്തിൽ പരിഹസിക്കുന്നുണ്ടെങ്കിൽ ഇവൻ എന്ത് വിഭാഗത്തിലാണെങ്കിലും എന്ത് വർഗമാണ് ഇവൻ എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇവന്റെ കാട്ടുകള്ളനായ കോമാട്ടുചാലിൽ അതുങ്ങനെ പറയുമ്പോൾ പറയാറുണ്ട്, സയ്യിദന്മാരെ ബഹുമാനിക്കണം, സയ്യിദന്മാരെ അങ്ങനെ കാട്ടണം എന്നൊക്കെ പറയാറുണ്ട്. എങ്കിലും ഇവര് ഇത്രമാത്രം നിന്ദിച്ച് താറടിച്ചുകൊണ്ടാണ് സയ്യിദന്മാരെ സംബന്ധിച്ച് പറയുന്നത്. എന്നാൽ ഈ കുരുവമ്പലം സയ്യിദ് അവറുകൾ അദ്ദേഹം വലിയ നിഷ്കളങ്ക ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പള്ളിയിലേക്ക്, മഹല്ലിലെ പള്ളിയിലേക്ക് ഒരാൾ പ്രസംഗിക്കാൻ ചെന്നാൽ, ഒരു മുത്തഅല്ലിം പ്രസംഗിക്കാൻ വെള്ളിയാഴ്ചയിൽ ചെന്നാൽ ആ മുത്തഅല്ലിം പ്രസംഗിക്കുന്നത് ശ്രദ്ധപൂർവം കേട്ടുകൊണ്ട് അതിൻ്റെ മുന്നിലിരിക്കുന്ന ഒരു സയ്യിദ് അവറുകളാണ് അദ്ദേഹം. ആ പ്രസംഗം കഴിഞ്ഞാൽ ആ മുത്തഅല്ലിമിനോട് ചോദിക്കും, അദ്ദേഹം ഒരു പാട്ടോ ബെയ്ത്തോ അതല്ലെങ്കിൽ ഒരു ഹദീസോ ഒക്കെ ഓതിയാൽ ഇത് എവിടെയുള്ളതാണ്, ഏത് കിതാബിലാണ് എന്ന് വരെ മുത്തഅല്ലിമിനോട് വരെ ചോദിച്ച് അത് എഴുതി വെക്കുന്ന ഒരു
നിഷ്കളങ്ക മനസ്സുള്ള മഹാനായ ഒരു വലിയ പണ്ഡിതനാണ്, സയ്യിദും കൂടെയാണ് സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ അവറുകൾ. ആ ഉണ്ണിക്കോയ തങ്ങളെയാണ് ഈ നൗഷാദ് ഈ രൂപത്തിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത്തിപ്പറ്റയിൽ മഹാനായ സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ പാപ്പയുടെ അനുസ്മരണം നടന്നപ്പോൾ അവിടെ ഉണ്ണിക്കോയ തങ്ങൾ പാപ്പ സ്കൂളിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവം, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായ അനുഭവം വരെ ഉണ്ണിക്കോയ തങ്ങളെ സംബന്ധിച്ച് അവിടെ വെച്ചുകൊണ്ട് പല ഉസ്താദുമാരും പരാമർശിക്കുകയുണ്ടായി. അതിലേക്കൊന്ന് നാം ഒന്ന് കേട്ടു നോക്കൂ, ആ വിഷയം ഒന്ന് കേട്ടു നോക്കൂ. ഉസ്താദിനെ സംബന്ധിച്ച് വളപുരം വാപ്പു മുസ്ലിയാർ പറയുന്ന ആ വിഷയം ഒന്ന് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. പറഞ്ഞു, അവരുടെ തവാദുവിനെ കുറിച്ച് പറഞ്ഞു. 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ചെറിയ അമ്മായി ഉണ്ട്, വാപ്പൻ്റെ പെങ്ങൾ. അപ്പൊ തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അമ്മായി പറയുന്നു, ഈ തങ്ങളെ കുറിച്ച് നമ്മുടെ ഈ വളപുരത്ത് എല്ലാ ആളുകൾക്കും വലിയ പേടിയാണ്. അങ്ങനെ ജനങ്ങളുടെ കൽവിൽ വലിയൊരു ഹൈബത്തുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ടത്. എൻ്റെ ഒരു കളാപ്പ നാട് വിട്ടു പോയിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ, ഏകദേശം ഒരു 56-5 കൊല്ലം മുമ്പ് നാട് വിട്ടു പോയ. അപ്പൊ അന്ന് ആദ്യം നാട് വിട്ട സമയത്ത് ഇവർ ഈ തങ്ങളും എന്റെ അളാപ്പയും ഒരേ ക്ലാസ്സിലാണ് ഇത്തരം സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. തങ്ങളുടെ പേന അളാപ്പ എടുക്കുമെടുക്കും, അതുപോലെ തന്നെ അളാപ്പാടെ പേന തങ്ങളെടുക്കും. ഇങ്ങനെ വളരെ സൗഹാർദ്ദത്തിനും വലിയ സന്തോഷത്തിനും കഴിഞ്ഞു പോകുമ്പോൾ ഒരു ദിവസം അളാപ്പ എന്ത് ചെയ്തു വെച്ചാൽ തങ്ങളെ പേന എടുത്തിട്ട് വീട്ടിലേക്ക് വിളിക്കും. അപ്പൊ തങ്ങൾ പറഞ്ഞു തരുന്ന അതുകൊണ്ട് അവൻ പോവട്ടെ. ഇത് വീട്ടിലറിഞ്ഞു എളാപ്പ എന്ത് ചെയ്തു വെച്ചാൽ നാട് വിട്ടു. പിന്നെ ബാപ്പാക്ക് വല്യപ്പാക്ക് വലിയ സങ്കടം, ഇത് ഉണ്ണിക്കോയന്റെ കുരുത്തക്കടാണ്. ഇവൻ നാട് വിട്ടു പോയത് ഉണ്ണിക്കോയന്റെ കുരുത്തക്കടാണ്. സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലായി പറയുന്നത് നാട് വിട്ടു പോയത് ഉണ്ണിക്കോയന്റെ കുരുത്തക്കടാണ്. അങ്ങനെ എന്റെ വല്യപ്പ തങ്ങളരികിൽ പോയി തങ്ങളെ കണ്ട്, ഞങ്ങളെ വാപ്പാനെ കണ്ട് പൊരുത്തപ്പെടിച്ചതിന് ശേഷമാണ് പിന്നെ അളാപ്പ നാട്ടിലേക്ക് തിരിച്ചു വന്നത് എന്ന് ബഹുമാനപ്പെട്ട തങ്ങളെ കുറിച്ച് പറയുകയുണ്ടായപ്പോ തവാദുൽ മാത്രം ഉണ്ട്, അതിന്റെ പുറമെ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഹൈബത്തുണ്ട്. അതുകൊണ്ടാണ് എല്ലാ നാടിലും വലിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ തങ്ങൾ വന്ന് അതെല്ലാം ഒതുക്കി തീർക്കുന്ന ഒരു രീതി ഉണ്ടാകുന്നത്. അള്ളാഹു അവരോടൊത്ത് നമുക്ക് സ്വർഗം പങ്കിടാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യും. കേട്ടില്ലേ, കുരുവമ്പലം തങ്ങള് സ്കൂൾ പോയിരുന്ന അന്നുണ്ടായ കാര്യമാണ് ഈ ഉസ്താദി പറഞ്ഞത്. മനസ്സിലാക്കണം. അങ്ങനെ തങ്ങൾ പാപ്പയുടെ ഹൈബത്തും വഖാറും അതുപോലെ ഇൽമും അതൊക്കെ ഒരു വലിയ സംഭവമാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയോടും ചോദിച്ചു പഠിക്കാൻ തയ്യാറുള്ള ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് ആര്? കുരുവമ്പലം തങ്ങൾ. ഒരു പ്രാവശ്യം നമ്മുടെ മുസ്തഫ നദവി ഉസ്താദ് എടയൂര് അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോ ആ മുസ്തഫ നദവി ഉസ്താദിന് ഉണ്ടായ ഒരു അനുഭവം, വെള്ളിയാഴ്ച വേദന ചെല്ലുമ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ആ ഉസ്താദ് അത് പരാമർശിക്കുന്നുണ്ട്, അന്ന് കേട്ടു നോക്കി. എല്ലാവർക്കും അറിയാം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന മഹാനായ തങ്ങൾ എല്ലാ നിലക്കും സഹോദരന്മാരെ നമുക്ക് കൂലി കിട്ടാൻ, അതുപോലെ അനുസ്മരിക്കപ്പെടാനൊക്കെ അർഹതയുള്ള വ്യക്തിയാണ് മഹാനായ സയ്യിദ്. മഹാനായ ഉസ്താദ് പറഞ്ഞതുപോലെ അലുവലിയുടെ പ്രത്യേകത എന്നല്ല, ആരും ആരെങ്കിലും എന്നാലും അവിടെയുള്ള പരിപാടിയാണ്. കാരണം ആര് ഏത് താലിബ് വായതാണ്, അല്ലാത്ത കുട്ടികൾ വായതാൽ പോലും എന്ത് ചെയ്യും, മൂപ്പർക്ക് അറിയാത്തതാണ്. ഞാൻ ഉത്തരാഖണ്ഡോട് ചോദിച്ച് അത് ഞാൻ എനിക്ക് ആ ഒരു വെയ്ത്താ കാണപ്പെടുന്നത്. അത് അവർക്കതുപോലെ ഉസ്താദ് വായതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ പാടി അന്ന് മൂപ്പര് പേന എഴുന്നേറ്റ് വെക്കും. താരിഖുൽ ഖമീസിലത്തെ ആ വെയ്ത്തുണ്ട്, എന്ന് പറഞ്ഞുകൊണ്ട് ആണ് സിദ്ദീഖ് തങ്ങള് റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ച ഒരു വെയ്ത്ത്. ആ വെയ്ത്ത് കിട്ടണം, എവിടെ ഉള്ളതെന്ന് കിട്ടണം. അങ്ങനെ ഏത് ആളുകളെക്കൊന്നും ഇന്ന് പഠിക്കുന്ന ഒരു വലിയ ഒരു തവാദുവിന്റെ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരെ അനുസ്മരിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആരായിരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വ്യക്തി ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഏറ്റവും മഹത്വമുള്ള സ്ഥലമാവുന്ന റുക്നിൽ. ഇതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ കുരുവമ്പലം തങ്ങള്. നമ്മുടെ മുസ്തഫ നദവി അദ്ദേഹത്തെ സംബന്ധിച്ച്
ഒരു അനുസ്മരണം നടത്തിയ സമയത്ത് പറയുകയാണ്, അവിടെ ഒരു പ്രസംഗത്തിന് പോയപ്പോൾ ആ ഉസ്താദ് അവറുകള് ഒരു ബെയ്ത്ത് ചൊല്ലി. ആ ബെയ്ത്ത് ചൊല്ലിയപ്പോൾ കുരുവമ്പലം തങ്ങൾ കേൾക്കാത്തൊരു ബെയ്ത്തായപ്പോൾ അദ്ദേഹത്തിന്റെ കീശയിൽ നിന്ന് കടലാസിലേക്ക് എഴുതി വെച്ചു ആ ബെയ്ത്ത് എഴുതി വെച്ചിട്ട് വയല് കഴിഞ്ഞതിന് ശേഷം ഈ ബെയ്ത്ത് ഏത് കിതാബിലാണ്, എവിടെയാണ് ഈ ബെയ്ത്ത് ഉള്ളത് എന്ന് ചോദിച്ച് പഠിക്കുന്ന ഒരു വലിയ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു മഹാനായ കുരുവമ്പലം തങ്ങൾ. അതുപോലെ അത്തിപ്പറ്റ ഉസ്താദ് അവറുകള് കുരുവമ്പലം തങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് ഒരുപാട് വിഷയങ്ങൾ കുരുവമ്പലം തങ്ങളെ സംബന്ധിച്ച്. അതുപോലെ കുരുവമ്പലം തങ്ങളെ 13ാമത്തെ വയസ്സ് മുതൽ പരിചയമുണ്ട് എനിക്കും. ഒരുപാട് അത്തിപ്പറ്റ ദർസിലേക്ക് 13ാമത്തെ വയസ്സിൽ വരുമ്പോൾ അന്ന് മുതലേ കുരുവമ്പലം തങ്ങളെ പരിചയമാണ്. ആ കുരുവമ്പലം തങ്ങളെ സംബന്ധിച്ച് നൂരിശക്കാരനാണ് എന്നും അതുപോലെ മറ്റു നൂരിശക്കാരുടെ പരിപാടിയിൽ സ്ഥിരം മെമ്പറാണ് എന്നും പറഞ്ഞുകൊണ്ട് കുരുവമ്പലം തങ്ങളെ ആക്ഷേപിച്ച നൗഷാദ് എൻ്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടതുണ്ട് കേട്ടോ. അവനെ നാം കണ്ടറിയണം. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ തമാശയിൽ പോലും അവൻ്റെ പ്രസംഗത്തിൻ്റെ സദസ്സിൽ പോയിരിക്കുന്ന പരിപാടി ഉണ്ടാകുന്നത് വളരെയധികം സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മളിങ്ങനെ യൂട്യൂബിലൂടെയാണെങ്കിലും പറയൽ കൊണ്ട് ഇന്ന് വിദേശത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പരിപാടി ഇങ്ങനെ കേട്ട് പിന്നെയും കേട്ടപ്പോൾ എനിക്കത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ നൗഷാദിൻ്റെ പരിപാടിയിൽ നിന്ന് പാടെ പറ്റേ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് മെസ്സേജുകളും വിളിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആലിമീങ്ങളെയാണ് ഇവൻ തെറി വിളിക്കുന്നത്, ആലിമീങ്ങളെയാണ് ഇവൻ കുറ്റപ്പെടുത്തുന്നത്. അവൻ്റെ ഇളിയും ചിളിച്ചിട്ട് അവൻ ആലിമീങ്ങളെ പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഞാൻ ഇത് കുറെ മുന്നേ കഴിഞ്ഞ അനുസ്മരണമാണ്. ഇതുവരെ ഞാൻ ഇത് ഇടാതിരുന്നത് വേണ്ട എന്ന് വെച്ചിട്ടായിരുന്നു. വീണ്ടും അവൻ പല വേദികളിലും കുരുവമ്പലം തങ്ങളെ നൂരിശക്കാരനായി പറയുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. കുരുവമ്പലം തങ്ങളെ നൂരിശ തരീഖത്തിന്റെ പരിപാടിയിൽ കണ്ടു എന്ന കുരുവമ്പലം തങ്ങളുടെ മനസ്സിന്റെ എളിമയാണത്. അവര് വിളിച്ചപ്പോൾ അത് കുരുവമ്പലം തങ്ങളുടെ അവിടെയുമായി കൊണ്ടുള്ള ബന്ധമുള്ള ഒരാളുണ്ടായപ്പോ വിളിച്ചപ്പോ എന്ത് പരിപാടിയെന്നൊന്നും അറിയൂലല്ലോ. ഇങ്ങനെ ദുആ സമ്മേളനം എന്ന് പറയുമ്പോൾ സർവ്വസാധാരണ പോയി ദുആ ചെയ്തു കൊടുത്തു പോരുന്ന ഒരു പരിപാടിയാണ് സയ്യിദ് അവറുകൾക്കുള്ളത്. പിന്നെ ഏറ്റവും വലിയ വിശ്വസ്തനായ ഒരാൾ വിളിച്ചാൽ എന്താണ് പരിപാടി, ഏതാണ് പരിപാടി എന്നൊന്നും ചോദിക്കാറില്ല. അവരൊന്നും ആരെയും ചതിക്കൂലല്ലോ എന്നുള്ള വിശ്വാസമാണല്ലോ ഉള്ളത്. പക്ഷേ ഇങ്ങനെ കുരുവമ്പലം തങ്ങളെങ്ങാനും നൂരിശ ത്വരീഖത്തിൽ പോയ ഒരാളാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ മക്കളോടോ ഭാര്യയോടോ കുടുംബങ്ങളെയോ ആരെയെങ്കിലും അതിലേക്ക് ക്ഷണിക്കാതിരിക്കുമായിരുന്നില്ല. ഒരു സുഹൃത്തുക്കളെയോ ഒരു ആലിമീങ്ങളെയോ കുടുംബത്തിലുള്ള മക്കളെയോ ഭാര്യയെയോ അതല്ലെങ്കിൽ ആരോടും ഈ വിഷയം പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായ തെളിവാണ് അങ്ങനത്തെ ഒരു ത്വരീഖത്തിൽ മഹാനായ കുരുവമ്പലം തങ്ങൾ പോയി പെട്ടിട്ടേ ഇല്ല എന്നുള്ള കാര്യം. പരിപാടിയിൽ സംബന്ധിക്കാം, പക്ഷേ അത് ത്വരീഖത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് സയ്യിദ് അവറുകളുടെ എളിയ മനസ്സ് വെച്ചുകൊണ്ട് ചിലപ്പോൾ സുഹൃത്തുക്കളുമായി കൊണ്ട് പോയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തെ ഒരു കള്ളത്വരീഖത്തിൽ അംഗീകരിക്കുകയോ അതിനെ ബൈഅത്ത് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോട് അദ്ദേഹം പറയുമായിരുന്നു. പക്ഷേ